പ്രിയപ്പെട്ടവരെ, ഷെഫി ക്ലാസ്സിലേവർക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടുത്ത ഒരു ഭാഗമാണ്. നമ്മൾ ചെയ്യുന്നത് എല്ലാ വിഷയങ്ങളും ഓരോ മെല്ലെ മെല്ലെ പതിയെ തുടങ്ങുക എന്നുള്ളതാണ്. ഇത് നമ്മൾ ഭൗതിക ശാസ്ത്രമാണ് അല്ലേ, ഫിസിക്സ് എന്ന് പറയും. അതിൽ ആദ്യത്തെ ഒരു ഭാഗമാണ് അളവുകളും യൂണിറ്റുകളും എന്ന് പറയുന്നത്. നന്നായിട്ട് മനസ്സിലാക്കി പോയാൽ വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്നൊരു ടോപ്പിക്കാണ് അളവുകളും യൂണിറ്റുകളും. നമ്മൾ പതിയെ പതിയെയാണ് നമ്മൾ പോകുന്നത്. റെഡിയാണല്ലോ? ഓക്കെ. നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് അടിസ്ഥാന യൂണിറ്റുകൾ അല്ലേ, യൂണിറ്റുകളെ കുറിച്ചാണ് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. പരസ്പര ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റു അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ കേവല അളവുകളെയാണ് നമ്മൾ എന്തെന്ന് പറയാം? അടിസ്ഥാന അളവുകളെന്ന് പറയുക. പരസ്പര ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റു അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ കേവല അളവുകളെയാണ് എന്തെന്ന് പറയാം? അടിസ്ഥാന അളവുകളെന്ന് പറയുക. ഉദാഹരണം നോക്കാം നമുക്ക്. നീളം, പിണ്ഡം, സമയം. പിണ്ഡം എന്ന് പറഞ്ഞാൽ മാസ് അല്ലേ, നമ്മളിപ്പോൾ ഓരോതിൻ്റെ കാരണം കിലോഗ്രാം എന്നൊക്കെ പറയില്ലേ, അതേപോലെ നീളം, പിണ്ഡം, സമയം. അപ്പോൾ പരസ്പര ബന്ധമില്ലാതെ നിലനിൽക്കുന്ന, പരസ്പരം ഒരു ബന്ധം ഉണ്ടാവില്ല, എന്നാലോ മറ്റളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളെയാണ് കേവല അളവുകൾ എന്ന് പറയും. റെഡിയാണല്ലോ? ഓക്കെ. ഇനി അടുത്ത് നോക്കാം. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കാനുള്ള 3 രീതിയിലുള്ള അളവ് സമ്പ്രദായങ്ങളുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു, അടിസ്ഥാന അളവുകൾ എന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 സമ്പ്രദായത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കതിനെ പ്രസ്താവിക്കാൻ പറ്റും. ഒന്നാമത്തത് CGS സമ്പ്രദായമാണ്. CGS സമ്പ്രദായം എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നീളം എന്ന് പറഞ്ഞല്ലോ. നീളം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നീളത്തെ എങ്ങനെ സൂചിപ്പിക്കാം? നമുക്ക് സെൻറ്റിമീറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് നീളത്തെ അല്ലേ, ലെങ്ത്തിനെ നമുക്ക് പറയാം. ഇനി മാസ്, പിണ്ഡത്തെ നമുക്ക് എങ്ങനെ പറയാം? ഗ്രാമിൽ പറയാം. ഗ്രാമിൽ പറയാം. ഇതേപോലെ തന്നെ സമയത്തെ നമുക്ക് എങ്ങനെ പറയാം? സെക്കൻഡിൽ പറയാം. അപ്പോൾ CGS സമ്പ്രദായം എന്ന് പറയുന്ന സമ്പ്രദായത്തിൽ ലെങ്ത്തിനെ സെൻറ്റിമീറ്റർ ആയിട്ടാണ് പറയാം. അതുപോലെ തന്നെ ഗ്രാമിനെ നമ്മൾ എന്തായിട്ടാണ് പറയുക? നീളത്തെ നമ്മൾ അതിൻ്റെ പിണ്ഡത്തെ നമ്മളെന്ത് പറയും? ഗ്രാമായിട്ട് പറയും. സമയത്തെ നമ്മൾ എന്തായിട്ട് പറയും? എന്തായിട്ട് പറയും? സെക്കൻഡായിട്ട് പറയും. റെഡിയാണല്ലോ? അത് CGS സമ്പ്രദായം. CGS സെൻറ്റിമീറ്റർ, ഗ്രാം, അതേപോലെ തന്നെ മൂന്നാമത്താണെന്ത്? സമയം. ഒരു പ്രധാനപ്പെട്ട ഒരു അളവ് സമ്പ്രദായമാണ് FPS. എന്താണ് FPS? ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ നീളത്തെ നമ്മൾ ഫൂട്ടായിട്ട് എന്ത് ചെയ്യും? FPS സമ്പ്രദായത്തിൽ ഫൂട്ടായിട്ട് എന്ത് ചെയ്യും? അത് അളക്കുക. അതേപോലെ തന്നെ പിണ്ഡത്തെ പൗണ്ടായിട്ട്, അല്ലെങ്കിൽ പിണ്ഡം എന്ന് പറഞ്ഞാൽ ഭാരം എന്നാണ് ഉദ്ദേശിക്കുന്നത്, മാസ്. അതേപോലെ തന്നെ സമയത്തെ സെക്കൻഡായിട്ട്. അപ്പോൾ നോക്കുക, സമയം നമ്മുടെ CGS സമ്പ്രദായത്തിലും FPS സമ്പ്രദായത്തിലും സമയത്തെ നമ്മൾ എങ്ങനെ തന്നെ കണക്കാക്കുന്നത്? സെക്കൻഡായിട്ട് തന്നെയാണ്. അവിടെ സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. FPS ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്. ഇനി അടുത്ത 3 സമ്പ്രദായങ്ങളുണ്ട്. അതിൽ മൂന്നാമത്തെ സമ്പ്രദായം നമുക്ക് നോക്കാം. MKS സമ്പ്രദായമാണ്. MKS സമ്പ്രദായം മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. നമ്മളെന്ത് ചെയ്യുക? നീളത്തെ മീറ്ററായിട്ട് കണക്കാക്കുക, കിലോഗ്രാമായിട്ട് ഭാരത്തെ കണക്കാക്കുക, സമയത്തെ സെക്കൻഡായി. 3ലും സെക്കൻഡാണ് കേട്ടോ. സെക്കൻഡ് ഒരേപോലെയാണ് നമ്മളെന്ത് ചെയ്യുക? അത് പറയുന്നത്. ഇനി സിമ്പിളായിട്ട് നമ്മളിങ്ങനെ ഷോർട്ടാക്കി പറഞ്ഞാൽ CGS എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. FPS എന്ന് പറഞ്ഞാൽ ഫൂട്ട്, അതേപോലെ തന്നെ പൗണ്ട്,
അതേപോലെ തന്നെ എന്താണ് സെക്കൻഡ്. എം കേസിൽ എന്താ പറയുക, മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. റെഡിയാണല്ലോ. ഇത് ജസ്റ്റ് അതിൻ്റെ ബേസിക് കാര്യങ്ങളാണ്, അളവുമായി ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങളാണ്. ഇനി അടുത്ത് നോക്കാം. എം കേസ് യൂണിറ്റ് സമ്പ്രദായത്തിനെ ആവിഷ്കരിച്ച രൂപം SI യൂണിറ്റ് എന്നാണ്. എന്താണ് SI യൂണിറ്റ്? അപ്പോൾ നമ്മൾ 3 അളവ് തൂക്ക അളവ് സമ്പ്രദായം പറഞ്ഞല്ലോ. ആ അളവ് സമ്പ്രദായത്തിൽ ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായമാണ് SI യൂണിറ്റ്. ഇതാണ് SI യൂണിറ്റ്. അപ്പോൾ ഇന്ന് ആഗോളതലത്തിൽ നമ്മൾ അംഗീകരിച്ചുള്ള യൂണിറ്റാണിത് SI യൂണിറ്റ്. അപ്പോൾ മുമ്പ് നമ്മൾ പഠിച്ച 3 അളവ് സമ്പ്രദായത്തിൽ MKS സമ്പ്രദായമുണ്ടല്ലോ. MKS എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. അതാണ് പരിഷ്കരിച്ച പുതിയ രൂപമായ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന പേരിൽ SI എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ന് ആഗോളതലങ്ങളിൽ അംഗീകരിച്ച അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അംഗീകരിച്ച ഒരു അളവ് സമ്പ്രദായമാണിത് MKS. അത് ഇന്ന് ഏത് പേരിൽ അറിയപ്പെടുന്നു? SI സമ്പ്രദായം. അപ്പോൾ ഇന്ന് SI യൂണിറ്റ് സമ്പ്രദായമാണ് എന്ത് ചെയ്യുക, നമ്മൾ അളവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. റെഡിയാണല്ലോ. അപ്പോൾ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റാണ് SI യൂണിറ്റ് നമ്മൾ പറയാം. SI യൂണിറ്റ് സമ്പ്രദായത്തിൽ അടിസ്ഥാന അളവുകൾ 7 എണ്ണമുണ്ട്. ഏതൊക്കെ ഉണ്ട്? 7 അടിസ്ഥാന അളവുകളുണ്ട്. ഏതിൽ? SI യൂണിറ്റിൽ. റെഡിയാണല്ലോ. റെഡിയാണ്. അടുത്ത് നോക്കുക. SI യൂണിറ്റുകളുടെ സവിശേഷതകൾ നോക്കാം. ഏകീകൃത യൂണിറ്റുകളാണ്, അന്താരാഷ്ട്ര അംഗീകാരമുള്ളതാണ്, എല്ലാ ഭൗതിക അളവുകളും പ്രസ്താവിക്കാൻ പര്യാപ്തമാണ്. അതുകൊണ്ടാണ് SI യൂണിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, മറ്റതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗോളതലങ്ങളിൽ അംഗീകരിച്ചിട്ടുള്ള അളവാണ് SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു? മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. നീളത്തെ മീറ്റർ എന്നും പിണ്ഡത്തെ അല്ലെങ്കിൽ ഭാരത്തെ കിലോഗ്രാം എന്നും സമയത്ത് എന്ത് ചെയ്യുന്നു? സെക്കൻഡ് എന്ന് കണക്കാക്കുന്ന രീതിയാണിത് SI യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ SI യൂണിറ്റുകൾ നമ്മൾ പറഞ്ഞു 7 മേഖലകളായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കട്ടോ. അപ്പോൾ SI അടിസ്ഥാന യൂണിറ്റുകൾ, അതിൻ്റെ പേരും പ്രതീകം അല്ലേ, നമ്മൾക്ക് സാധാരണ കിലോഗ്രാം എന്ന ഇതിന് നമ്മൾ KG എന്നാണല്ലോ നമ്മൾ ഇടുക. അപ്പോൾ അതേപോലെ നോക്കാം. നമുക്ക് അടിസ്ഥാന അളവുകൾ. 1 നീളം. നീളത്തിനെ നമ്മൾ അടിസ്ഥാന യൂണിറ്റിൽ പറയാം മീറ്റർ എന്ന്. മീറ്ററിലാണ് എന്ത് ചെയ്യുക അടിസ്ഥാന യൂണിറ്റ്. അപ്പോൾ നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് SI അടിസ്ഥാന യൂണിറ്റാണ് മീറ്റർ. മീറ്റർ നമ്മൾ എന്താ പറയുക, സ്മോൾ ലെറ്റർ M വെച്ചിട്ടാണ് എന്ത് ചെയ്യുക അതിനെ പ്രതികരിക്കുക. ഇനി പിണ്ഡം, മാസ്, ഭാരത്തെ കിലോഗ്രാം എന്നും അതിൻ്റെ പ്രതീകം KG എന്നും നമ്മളിടും. ഇനി സമയത്തെ നമ്മൾ സെക്കൻഡ് എന്നും S എന്നിടും. ഇനി വൈദ്യുത പ്രവാഹത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് ആംബിയർ. എന്താണ്? ആംബിയർ. അതിന് ക്യാപിറ്റൽ ലെറ്റർ A ആയിട്ടാണ് എന്ത് ചെയ്യുക അതിൻ്റെ പ്രതീകം. ഈ താപനില, ടെമ്പറേച്ചറിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് കെൽവിൻ. ഏതാണ്? കെൽവിൻ. അപ്പോൾ ഏത് പ്രതീകമായിട്ടാണ്? K വെച്ചിട്ടാണ് എന്ത് ചെയ്യുക നമ്മളതിൻ്റെ പ്രതീകം ഉണ്ടാവുക. ഇനി പദാർത്ഥത്തിൻ്റെ അളവ്, അമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, മോളാണെന്ത് അതിൻ്റെ പ്രതീകം. അതിങ്ങനെയാണ് കേട്ടോ. പദാർത്ഥത്തിൻ്റെ അളവ് പ്രതീകം ചെയ്യുമ്പോൾ മോൾ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക അതിൻ്റെ പ്രതീകം. ഇനി പ്രകാശ തീവ്രത, ഇൻറ്റൻസിറ്റി. കാൻഡല അതിനെ നമ്മൾ ഇങ്ങനെ CD എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ പ്രതീകം ഉണ്ടാവുക. അപ്പോൾ SI യൂണിറ്റുകൾക്ക് എന്തുണ്ട്? നമ്മൾ പറഞ്ഞു 7 അടിസ്ഥാന അളവുകളുണ്ട് SI യൂണിറ്റിൽ. നീളത്തിന് പിണ്ഡം, സമയം, വൈദ്യുത പ്രവാഹം, താപനില, പദാർത്ഥത്തിൻ്റെ അളവ്, പ്രകാശ തീവ്രത. അപ്പോൾ ഇവിടെ നീളത്തിന് മീറ്റർ, പിണ്ഡം കിലോഗ്രാം, സമയം സെക്കൻഡ്, വൈദ്യുത പ്രവാഹം ആംബിയർ, താപനില കെൽവിന്, പദാർത്ഥത്തിൻ്റെ അളവ് മോള്, പ്രകാശ തീവ്രത കാൻഡല. റെഡിയാണല്ലോ. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളതുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ഈ കാര്യങ്ങൾ മാത്രം ഇന്ന് നോക്കുക. ഇവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും മനോഹരമായ രീതിയിൽ എന്ത് ചെയ്യും, നമ്മൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരും. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ, സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കഴിയുമെങ്കിൽ ഒരു കമൻറ്റും കൂടി ചെയ്യുക. റെഡിയാണല്ലോ. സെറ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യുക, അടുത്ത ഭാഗമായിട്ട് വീണ്ടും കാണാം.